കേരളത്തിലെ വലുതായ നഗരകേന്ദ്രീകൃത പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന 6 കോർപ്പറേഷനുകളിൽ ഒരു തരംഗം പോലെയാണ് യു.ഡി.എഫ് അധികാരത്തിലേറുന്നത്. നിലവിൽ 6 കോർപ്പറേഷനുകളിൽ ഒരിടത്തു മാത്രം അധികാരത്തിലുണ്ടായിരുന്ന യു.ഡി.എഫ് അത് നിലനിർത്തുകയും മറ്റു 3 നഗരസഭകൾ കൂടി പിടിച്ചെടുക്കുകയും ചെയ്തു. കണ്ണൂരിനു പുറമെ കൊല്ലം, കൊച്ചി, തൃശൂർ കോർപ്പറേഷനുകളാണ് യു.ഡി.എഫ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരത്ത് ബി.ജെ.പി വ്യക്തമായ ഭൂരിപക്ഷം നേടിയില്ലെങ്കിലും സ്വതന്ത്രന്റെ സഹായത്തോടെ ഭരിക്കുമെന്നായിട്ടുണ്ട്. കോഴിക്കോട് എൽ.ഡി.എഫ് വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും ഭരിക്കുമെന്ന സ്ഥിതിയാണ്. ഇനി കോർപ്പറേഷനുകളിലെ വിജയനേട്ടങ്ങളെ നമുക്ക് വിലയിരുത്താം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെ സീറ്റുകളുടെ എണ്ണം 101 ആണെങ്കിലും വിഴിഞ്ഞത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ മരണം കാരണം വോട്ടെടുപ്പ് മാറ്റിവച്ചതിനാൽ 100 വാർഡുകളിലേക്കായിരുന്നു മത്സരം. ഇതിൽ നേർപകുതി സീറ്റായ 50 എണ്ണം ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എക്കാണ് ലഭിച്ചത്. നിലവിലെ ഭരണകക്ഷിയായ എൽ.ഡി.എഫിന് 29 സീറ്റാണ് ലഭിച്ചത്. മൂന്നാമതുള്ള യു.ഡി.എഫിന് 19 സീറ്റുകൾ ലഭിച്ചു. 2 സ്വതന്ത്രരും വിജയിച്ചു. കൊല്ലം കോർപ്പറേഷനിൽ ആകെ 56 സീറ്റുകളുള്ളതിൽ 27 സീറ്റ് നേടി വലിയ മുന്നണിയായി മാറിയെങ്കിലും ഭരണം ഉറപ്പിക്കാൻ കഴിഞ്ഞേക്കും. കാലങ്ങളായി കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്ന എൽ.ഡി.എഫ് 16 സീറ്റിലൊതുങ്ങി. ബി.ജെ.പി 12 സീറ്റുമായി ഗണ്യമായ നേട്ടമുണ്ടാക്കി. ഒരു സ്വതന്ത്രനും ജയിച്ചു. ഇടതുപക്ഷം ഭരണത്തിലുള്ള കൊച്ചിൻ കോർപ്പറേഷനിൽ ആകെ 76 സീറ്റുകളുള്ളതിൽ യു.ഡി.എഫ് വ്യക്തമായ ഭൂരിപക്ഷം നേടി. 46 സീറ്റാണ് അവർക്ക് കിട്ടിയത്. എൽ.ഡി.എഫ് 20 സീറ്റ് നേടിയപ്പോൾ 6 സീറ്റിൽ എൻ.ഡി.എയും 4 സീറ്റിൽ മറ്റുള്ളവരും ജയിച്ചു. ഇപ്പോൾ ഇടതു സ്വതന്ത്രനെ മേയറാക്കി എൽ.ഡി.എഫ് ഭരിച്ചുകൊണ്ടിരുന്ന തൃശൂർ കോർപ്പറേഷനിൽ ആകെ 56 സീറ്റുകളിൽ 33 സീറ്റ് നേടി യു.ഡി.എഫ് വ്യക്തമായ ഭൂരിപക്ഷം നേടി. എൽ.ഡി.എഫ് 11 സീറ്റിലൊതുങ്ങി. എൻ.ഡി.എക്ക് 8 സീറ്റ് കിട്ടി. മറ്റുള്ളവർ 4 സീറ്റ് നേടി. 76 സീറ്റുള്ള കോഴിക്കോട് കോർപ്പറേഷനിൽ ദീർഘകാലമായി ഭരിച്ചുവന്ന എൽ.ഡി.എഫ് ഇത്തവണ കഷ്ടിച്ച് വലിയ മുന്നണിയായി എന്നു മാത്രം. ഒരേയൊരു കോർപ്പറേഷനിൽ ഒറ്റക്കക്ഷിയായെങ്കിലും തനിച്ചു ഭരിക്കാൻ കഴിയില്ല. എൽ.ഡി.എഫ് 34 സീറ്റ് നേടിയപ്പോൾ യു.ഡി.എഫ് 26 സീറ്റ് നേടി. എൻ.ഡി.എക്ക് 13 സീറ്റ് ലഭിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റുള്ളവർക്ക് 3 സീറ്റും ലഭിച്ചു. നിലവിൽ യു.ഡി.എഫ് ഭരിച്ചുവന്ന ഏക കോർപ്പറേഷനായ കണ്ണൂർ അവർ തന്നെ വൻ ഭൂരിപക്ഷത്തിൽ നിലനിർത്തി. ആകെ 56 സീറ്റിൽ 36 നേടി വലിയ മേൽക്കൈയാണ് അവർക്കുണ്ടായത്. എൽ.ഡി.എഫ് 15 സീറ്റ് നേടി. എൻ.ഡി.എക്ക് 4 സീറ്റും മറ്റുള്ളവർക്ക് 4 സീറ്റും ലഭിച്ചു.